ഞാൻ പറയാൻ പോകുന്ന ഒരു സത്യം കേട്ട് നിങ്ങളാരും അസ്വസ്ഥരാവരുത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങളിത് അറിയേണ്ടത് അത്യാവശ്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് 2 പേരന്റ് ഉണ്ട്. ഒരച്ഛനും ഉണ്ട്, ഒരമ്മയും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛനും ഉണ്ട് 2 പേരന്റ്, നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ട് 2 പേരന്റ്. ഇങ്ങനെ തലമുറകൾ പിന്നിലോട്ട് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഓരോ തവണയും പേരൻസിന്റെ എണ്ണം ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. 2, 4, 8, 16 ഇങ്ങനെ നമ്മൾ ഒരു 8 ജനറേഷൻ പുറകിലോട്ട് പോകുമ്പോൾ, നമ്മൾ ഡാർവിന്റെയും എബ്രഹാം ലിങ്കന്റെയും ഒക്കെ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ പേരൻസിന്റെ എണ്ണം 2:8 അഥവാ 256 ആവും. ഇനി ഒരു 20 ജനറേഷൻ പുറകിലോട്ട് പോകുമ്പോൾ പേരൻസിന്റെ എണ്ണം 2:20 അഥവാ 10,48,576 എന്ന് പറയുന്ന ഒരു സംഖ്യയാവും. ഇനി വെറും 64 ജനറേഷൻ പുറകിലോട്ട് പോകുമ്പോൾ, നമ്മൾ ചോളന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും ഒക്കെ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ പേരൻസിന്റെ എണ്ണം ഏകദേശം 2:64 അഥവാ 1,000,000 ട്രില്യൺ എന്ന് പറയുന്ന ഒരു സംഖ്യയാവും. ഇത് ഞാൻ പേരൻസിന്റെ എണ്ണം മാത്രമാണ് പറയുന്നത്. ബാക്കി റിലേറ്റീവ്സിന്റെ എണ്ണം ഒന്നും ഞാൻ കൂട്ടുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ 1,000,000 ട്രില്യൺ എന്ന് പറയുന്ന സംഖ്യ ഇതുവരെ ഈ ഭൂമിയിൽ ജീവിച്ച മൊത്തം മനുഷ്യരുടെ എണ്ണത്തിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതലാണ്. വെറും 64 ജനറേഷൻ പുറകിലോട്ട് പോകുമ്പോഴേക്കും ഒരാളുടെ പൂർവികരുടെ എണ്ണം മാത്രം ഇതുവരെ ഈ ഭൂമിയിൽ ജീവിച്ച മൊത്തം മനുഷ്യരെക്കാളും കൂടുതലാണെങ്കിൽ നമ്മുടെ കണക്ക് എവിടെയോ പിഴച്ചിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ ഇവിടെ പിഴച്ചത് കണക്കല്ല, പിഴവ് പറ്റിയത് നമ്മുടെ പൂർവികർക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ആൻസിസ്ട്രൽ ലൈൻ ഒരിക്കലും പ്യുവർ അല്ല. ഒരുപാട് ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പിന്റെ ബാക്കി പത്രങ്ങളാണ് ഞാനും നിങ്ങളും, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള മൊത്തം ജീവികളും. ഇൻസെസ്റ്റ് റിലേഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരേ ഫാമിലിയിലുള്ള അഥവാ ഒരേ ബ്ലഡ് ലൈനിലുള്ള ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷനെയാണ് ഇൻസെസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു രാജ്യത്തെ മൊത്തം മനുഷ്യരെ എടുത്താൽ പോലും എല്ലാവരും സം ലെവലിൽ റിലേറ്റഡ് ആണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് ആരെങ്കിലും പറയാണ് അയാൾ മോഹൻലാൽ സാറിന്റെ കുടുംബമാണെന്ന്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും പറയാം ഞാനും മോഹൻലാൽ സാറിന്റെ കുടുംബമാണെന്ന്. ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു തരത്തിലുള്ള കോൺട്രവേഴ്സിയും ഉണ്ടാക്കാനല്ല, മറിച്ച് മറ്റൊരു കാര്യം പ്രൂവ് ചെയ്യാനാണ്. ഈ ഭൂമിയിലെ മൊത്തം മനുഷ്യരുടെയും 99.9% ജീൻസും സിമിലർ ആണ്. ആൻഡ് ഇതാണ് നമ്മളെ എല്ലാവരെയും ഒരു സ്പീഷീസ് ആക്കി മാറ്റുന്നത്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ഏത് പേരിലും വിളിച്ചോളൂ, ബട്ട് അറ്റ് സം ലെവൽ നമ്മൾ എല്ലാവരും റിലേറ്റീവ്സ് ആണ്. സോ ഹിയർ ഗോസ് ദ ഡെഫിനിഷൻ ഓഫ് സ്പീഷീസ്. Species is a group of organisms that can reproduce with one another in nature and produce fertile offspring. ഇപ്പോൾ ഒരു സ്പീഷീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എല്ലാ മനുഷ്യന്റെയും തുടക്കം വെറും ഒരു സെൽ അഥവാ കോശത്തിൽ നിന്നുമാണ്. 1 2 ആയി, 2 4 ആയി, അങ്ങനെ വെറും 45 ഡിവിഷൻ കൊണ്ട്, ഐ എം റിപ്പീറ്റിംഗ്, വെറും 45 ഡിവിഷൻ കൊണ്ട് അത് ഏകദേശം 35 ട്രില്യൺ സെൽസ് ആയി മാറി. നിങ്ങൾ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും മനുഷ്യ ശരീരത്തിലെ മൊത്തം കോശങ്ങളുടെ എണ്ണം ഏകദേശം 36 ട്രില്യൺ ആണെന്ന്. അതായത് ഒരു കോശം വെറും 45 ഡിവിഷൻ കൊണ്ട് ഒരു മനുഷ്യനായിട്ട് മാറി. അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കോശം ജനിക്കുന്നത് മുതൽ അത് മരിക്കുന്നത് വരെ ചെയ്യേണ്ട ജോലി എന്താണെന്ന് അതിന് കൃത്യമായിട്ട് അറിയാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് എന്ത് ജോലി ചെയ്യണമെന്ന് നിങ്ങൾ അതിനെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓടാനും ചാടാനും നിവരാനും എന്തിന് ഡാൻസ് കളിക്കാൻ വരെ അത് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തിക്കും വേണ്ട എനർജി അത് നിങ്ങൾക്ക് തരുന്നു. നിങ്ങളിൽ എനർജി തീർന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പ് അത് നിങ്ങൾ ഉണ്ടാക്കുന്നു.
നിങ്ങളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നു. പിന്നീട് ഒരിക്കലും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ സുഖകരമായൊരു അനുഭൂതി അത് നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. നിങ്ങളെപ്പോലെ മടി പിടിച്ച് ഒരു ദിവസവും അത് റെസ്റ്റ് എടുക്കുന്നില്ല. യു ഹാവ് നോ സീക്രട്ട് ഫ്രം യുവർ സെൽസ്. ദേ നോ ഫാർ മോർ അബൌട്ട് യു ദാൻ യു ഡു. ഈ കോശങ്ങൾ അത്ര നിസ്സാരക്കാരൊന്നുമല്ല. ഇത് ഓരോന്നും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈസ്റ്റ് സെൽ എടുത്താൽ പോലും അതിൽ ഒരു വിമാനത്തിൽ എത്ര പാർട്സ് ഉണ്ടോ അത്രയും പാർട്സ് ഉണ്ടാവും. ആൻഡ് ഈ ലക്ഷക്കണക്കിന് പാർട്സ് നിങ്ങൾ അത്രയും ചെറിയ ഒരു മൈക്രോ സ്പേസിൽ അറേഞ്ച് ചെയ്യണം. ആൻഡ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇതിനേക്കാളും എത്രയോ മടങ്ങ് കോംപ്ലക്സ് ആണ്. നമ്മൾ പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ ഏകദേശം 36 ട്രില്യൺ കോശങ്ങളുണ്ടെന്ന്. എന്നാൽ ഇവിടെ കൂടുതൽ അത്ഭുതപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ടോ അതിൻ്റെ 10 മടങ്ങ് ബാക്ടീരിയ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ബാക്ടീരിയ കോശങ്ങൾ വളരെ ചെറുതായതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാവാത്തത്. എന്നാലും ഒരു ആവറേജ് അഡൾട്ടിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ 200 ഗ്രാമും അയാളുടെ ശരീരത്തിലുള്ള ബാക്ടീരിയയുടെ വെയിറ്റ് ആണ്. ഒരു ജീവി ആയിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ 8 പ്ലാനറ്റ്സ് അടക്കം മൊത്തം 5680 പ്ലാനറ്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവയിൽ ജീവനുണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഭൂമിയിൽ മാത്രമാണ്. നമ്മുടെ ഭൂമിയിൽ തന്നെ കടലിന്റെ താഴെ തട്ട് മുതൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം വരെയുള്ള ഈ 20 കിലോമീറ്റർ സോണിൽ മാത്രമാണ് ജീവനുള്ളത്. ആൻഡ് നമ്മൾ മനുഷ്യരുടെ കാര്യം ഇതിനും കഷ്ടമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഹാബിറ്റബിൾ സ്പേസിന്റെ 99.5% സ്ഥലവും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഇടങ്ങളാണ്. ആൻഡ് നമ്മൾ ജീവിക്കുന്നത് ബാക്കി 0.5% ഇടങ്ങളിൽ മാത്രമാണ്. ഇത്രയും പ്ലാനറ്റ്സിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ മാത്രം ജീവനുള്ളത്? എന്തുകൊണ്ട് മാർസിലും ജൂപ്പിറ്ററിലും സാറ്റേണിലൊന്നും ജീവനില്ല? ഇതിന് ശാസ്ത്രം പറയുന്ന 4 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എക്സലന്റ് ലൊക്കേഷൻ. അതായത് നമ്മൾ കൃത്യമായ സ്റ്റാറിൽ നിന്നും കൃത്യമായ അകലത്തിലാണ്. സൂര്യന്റെ ആയുസ്സും സൂര്യന്റെ വലിപ്പവും തമ്മിൽ ബന്ധമുണ്ട്. സൂര്യന്റെ ആയുസ് ഏകദേശം 10 ബില്യൺ ഇയേഴ്സ് ആണ്. അതിന്റെ പകുതി ഇപ്പോൾ സൂര്യൻ ജീവിച്ചു തീർത്തു. എന്നാൽ സൂര്യന്റെ വലിപ്പം ഇപ്പോഴത്തെക്കാളും 10 മടങ്ങായിരുന്നെങ്കിൽ സൂര്യന്റെ ആയുസ് വെറും 10 മില്യൺ വർഷങ്ങളെ ഉണ്ടാവുമായിരുന്നുള്ളൂ. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സൂര്യനെ കൃത്യമായ സ്റ്റാർ എന്ന് വിളിച്ചത്. ഇനി കൃത്യമായ അകലത്തിന്റെ കാര്യം. ഭൂമി സൂര്യനോട് കുറച്ചുകൂടി അടുത്തായിരുന്നെങ്കിൽ മൊത്തം കത്തി നശിച്ചേനെ. ഇനി ഭൂമി കുറച്ചുകൂടി അകലത്തിലായിരുന്നെങ്കിൽ എല്ലാം തണുത്തുറഞ്ഞേനെ. ഭൂമിയിൽ ജീവൻ ഉണ്ടാവാൻ സഹായിച്ച രണ്ടാമത്തെ ഘടകം ദ റൈറ്റ് കൈൻഡ് ഓഫ് പ്ലാനറ്റ്. അതായത് നമ്മുടെ ഭൂമി ശരിയായൊരു പ്ലാനറ്റ് ആണ്. കാരണം നമ്മുടെ ഭൂമിക്ക് കത്തി ജ്വലിക്കുന്ന ഒരു അകക്കാമ്പുണ്ട്. ആൻഡ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു അകക്കാമ്പില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഒരു അന്തരീക്ഷമോ അതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡോ ഉണ്ടാവുമായിരുന്നില്ല. ഈ മാഗ്നറ്റിക് ഫീൽഡും അന്തരീക്ഷവുമാണ് നമ്മളെ കോസ്മിക് റേഡിയേഷനിൽ നിന്നും സംരക്ഷിക്കുന്നത്. അതുമാത്രമല്ല, ഭൂമിക്കടിയിലെ പ്ലേറ്റ് ടെക്ടോണിക്സ് മൂവ്മെന്റ് കാരണമാണ് ഭൂമിയിൽ ഉയർന്നതും താഴ്ന്നതുമായ പ്രദേശങ്ങൾ ഉണ്ടായത്. മറിച്ച് ഭൂമി ഒരു പരന്ന ഗ്രഹമായിരുന്നെങ്കിൽ, അതായത് ഒരേ നിരപ്പുള്ള ഗ്രഹമായിരുന്നെങ്കിൽ ഭൂമിയിൽ കരയെ ഉണ്ടാവുമായിരുന്നില്ല. ഭൂമി മുഴുവനും 4 കിലോമീറ്റർ ഉയരത്തിൽ വെള്ളമായിരുന്നേനെ. തീർച്ചയായും വെള്ളത്തിൽ ജീവൻ ഉണ്ടാവും, എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല. ഇനി മൂന്നാമത്തെ റീസൺ, വി ആർ എ ട്വിൻ പ്ലാനറ്റ്. നമ്മളിവിടെ ഒറ്റയ്ക്കല്ല, നമുക്ക് കൂട്ടിന് ഒരു ഉപഗ്രഹമുണ്ട്. അതാണ് ചന്ദ്രൻ. ചന്ദ്രന്റെ പ്രസൻസ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.
ചന്ദ്രന്റെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഭൂമി കൃത്യമായ ദിശയിൽ കൃത്യമായ വേഗത്തിൽ കറങ്ങുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വ്യത്യസ്തമായ സീസൺസ് ഉള്ളത്. പക്ഷേ ചന്ദ്രൻ നമ്മളിൽ നിന്നും ഓരോ വർഷവും 4 സെന്റിമീറ്റർ വീതം അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു 20 കോടി വർഷം കഴിഞ്ഞാൽ ചന്ദ്രൻ നമ്മളിൽ നിന്നും വളരെ അകലത്തിലാവും. അന്ന് ചന്ദ്രന് നമ്മുടെ മേലെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയില്ല. അന്ന് നമ്മുടെ ദിശയും വേഗതയും എല്ലാം തെറ്റും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭൂമിയിലെ ജീവൻ നശിക്കും. അതുകൊണ്ട് ഇനി നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ, ചന്ദ്രനെ കാണുമ്പോൾ എന്ന് പാടിക്കഴിഞ്ഞാൽ അതിനോട് ഒരു നന്ദി കൂടി പറയുക, നമ്മുടെ എല്ലാം ജീവൻ നിലനിർത്തുന്നതിന്. ഇവിടെ ജീവൻ നിലനിർത്തിയ 4ാമത്തെ റീസൺ ടൈമിംഗ്. ഇത് ഞാൻ ചെറിയൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഡൈനോസേഴ്സ് ഈ ഭൂമിയിൽ നിന്നും എക്സ്റ്റിങ്ക്റ്റ് ആയതിന് കാരണം ഒരു മെറ്റീറോയിഡ് വന്നിട്ട് ഭൂമിയിൽ പതിച്ചതാണ്. ആൻഡ് അന്ന് ആ കൃത്യസമയത്ത് അത് ഈ ഭൂമിയിൽ പതിച്ചില്ലായിരുന്നുവെങ്കിൽ ഡൈനോസേഴ്സ് എക്സ്റ്റിങ്ക്റ്റ് ആവില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ മാമൽസ് ഇന്നും ഡൈനോസേഴ്സിനെ പേടിച്ച് മാളങ്ങളിൽ ഒളിച്ചു താമസിച്ചേനെ. അവർക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് പുറത്ത് ഇറങ്ങി നടക്കാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അവർക്കൊരിക്കലും എവല്യൂഷനും സംഭവിക്കില്ലായിരുന്നു. അങ്ങനെ ഇവഞ്ച്വലി നമ്മൾ മനുഷ്യർ ഉണ്ടാവുകയുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈമിങ്ങിനും ഇവിടെ ജീവൻ നിലനിർത്തിയതിന് വലിയൊരു പങ്കുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഭൂമിയിൽ ആദ്യത്തെ ജീവൻ ഉണ്ടായതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. The greatest unanswered question in biology. How did life begin? ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. 1953 യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലെ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റായ സ്റ്റാൻലി മില്ലർ ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം പണ്ടത്തെ നമ്മുടെ ഭൂമിക്ക് സമാനമായൊരു അന്തരീക്ഷം അദ്ദേഹത്തിന്റെ ലാബിൽ സൃഷ്ടിച്ചു. പണ്ടത്തെ കടലിന് പകരമായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മീഥേനും അമോണിയയും ഹൈഡ്രജൻ സൾഫൈഡും ഒക്കെ മിക്സ് ആക്കി. എന്നിട്ട് ഇടിമിന്നലിന് പകരം കുറച്ച് ഇലക്ട്രിസിറ്റി അതിലേക്ക് പാസ് ചെയ്യിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വെള്ളം പച്ചയും മഞ്ഞയും കലർന്ന നിറത്തിലായി. ഇതിനു കാരണം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയ അമിനോ ആസിഡ്സിന്റെയും ഫാറ്റി ആസിഡ്സിന്റെയും ഷുഗറിന്റെയും ഫോർമേഷൻ ആണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഈ അമിനോ ആസിഡ്സും ഫാറ്റി ആസിഡ്സും ഷുഗറും ഒക്കെയാണ് ഏതൊരു ജീവിയുടെയും ബേസിക് എലമെന്റ്സ്. ഇങ്ങനെ ആയിരിക്കാം ഭൂമിയിൽ ആദ്യത്തെ ലൈഫ് ഉണ്ടായതെന്ന് അവർ അസ്യൂം ചെയ്തു. പക്ഷേ പ്രശ്നം ഇവിടം കൊണ്ടും തീരുന്നില്ല. നിങ്ങൾ കുറച്ച് മോണോമർ എടുത്ത് വെള്ളത്തിലിട്ട് ഇളക്കിയാൽ അതൊരിക്കലും ഒരു പോളിമർ ആവില്ല. ഈ മോണോമറും പോളിമറും എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ വീട് ഒരു പോളിമർ ആണെങ്കിൽ അത് ഉണ്ടാക്കാൻ നിങ്ങൾ ഉപയോഗിച്ച മണലും സിമന്റും കല്ലും ഒക്കെയാണ് നമ്മൾ മോണോമർ എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു വലിയ സാധനം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ പാർട്സ് കൂട്ടിച്ചേർക്കണം. ഈ ചെറിയ ചെറിയ പാർട്സിനെ നമ്മൾ മോണോമർ എന്ന് വിളിക്കും. ഉണ്ടാക്കിയ ആ വലിയ സാധനത്തെ നമ്മൾ പോളിമർ എന്ന് വിളിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ അതിന് കുറെ അമിനോ ആസിഡ്സുകളെ കൂട്ടിച്ചേർക്കണം. ഇവിടെ പ്രോട്ടീൻ ഒരു പോളിമർ ആണ് ആൻഡ് അമിനോ ആസിഡ്സ് പ്രോട്ടീന്റെ മോണോമർ ആണ്. മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ കൊളേജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ എടുക്കുക. നിങ്ങൾക്ക് കൊളേജൻ എന്ന് പറയുന്ന ഒരു വാക്ക് തെറ്റാതെ എഴുതണമെങ്കിൽ ഈ 8 ലെറ്റേഴ്സ് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ അറേഞ്ച് ചെയ്താൽ മതി. പക്ഷേ കൊളേജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ 1055 അമിനോ ആസിഡുകളെ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. നമുക്കറിയാം, വെറും 6 അക്കങ്ങളുള്ള ലോട്ടറി ടിക്കറ്റിലെ നമ്പേഴ്സ് ഒത്തുവരാൻ തന്നെ എത്ര ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ 1055 നമ്പേഴ്സ് ഒത്തുവരിക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. നിങ്ങൾ ഈ 1055 വിടും.
വെറും 200 അമിനോ ആസിഡ് ഉള്ള പ്രോട്ടീൻ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 10⁻²16 എന്ന് പറയുന്ന ഈ നമ്പറിൽ 1 മാത്രമാണ്. അതായത് നിങ്ങൾ ഒന്നിടുക, എന്നിട്ട് 260 പൂജ്യം ഇടുക. ഇത്രയും വലിയ ഓപ്ഷനിൽ പ്രോട്ടീൻ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1 മാത്രമാണ്. സത്യത്തിൽ ഈ സംഖ്യ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിലെ മൊത്തം ആറ്റംസിനെക്കാളും കൂടുതലാണ്. എന്നിട്ടും പ്രോട്ടീൻ ഉണ്ടായി. എങ്ങനെ? വി ഡോണ്ട് നോ. ദൈവമാണോ ഉണ്ടാക്കിയത്? എന്തും ദൈവം ഉണ്ടാക്കിയെന്ന് പറയാൻ എളുപ്പമാണ്. ശരിക്കും അതെങ്ങനെ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാനാണ് പാട്. മേ ബി ഈ ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച പോലെ ഇതും നമ്മൾ ഒരു ദിവസം കണ്ടുപിടിച്ചേക്കാം. ടിൽ ഇറ്റ് വിൽ ബി എ മിസ്റ്ററി. നിങ്ങളും ഞാനും ഒക്കെ ഒരു അത്ഭുതമാണെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. നിങ്ങളുടെ പാരൻസ് മേറ്റ് ചെയ്യാൻ ഒരു സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മൈക്രോ സെക്കൻഡോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ ഉണ്ടാവുമായിരുന്നില്ല. മറിച്ച് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളായിരിക്കും. ഇനി നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് മേറ്റ് ചെയ്യാൻ കുറച്ച് മാറിയിരുന്നെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങളും ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. ഇനി ഇതുമല്ല, നിങ്ങളുടെ മൊത്തം പൂർവികരിൽ ഒരാളെങ്കിലും മേറ്റ് ചെയ്യാണ്ട് ചെറുപ്പത്തിലെ മരിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ ഉണ്ടാവുമായിരുന്നില്ല. എന്ന് വെച്ചാൽ കോടിക്കണക്കിന് മനുഷ്യരുടെ സർവൈവലിന്റെയും കോടിക്കണക്കിന് സാധ്യതകളുടെ ഒത്തുചേരലിന്റെയും ഫലമാണ് നമ്മൾ ഓരോരുത്തരും. വി ആർ ആൾ വണ്ടർഫുൾ ക്രിയേച്ചേഴ്സ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ലൈഫിൽ, നിങ്ങളുടെ ഈ വണ്ടർഫുൾ ലൈഫിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു തീർക്കും. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലല്ലേ? അത് തന്നെയായിരിക്കും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ. സോ ഡോണ്ട് വെയിറ്റ് ഫോർ യുവർ ആഫ്റ്റർ ലൈഫ്. വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി. കഥയിലേക്ക് പോവാം. സെല്ലുലാർ ലെവലിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നിങ്ങൾ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇതൊരു ഫോർമിഡബിൾ ടോക്സിൻ ആണ്, ഒരു വിഷമാണ്. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന ഒരു കോമ്പൗണ്ടാണിത്. എന്നാൽ മിഡ് 1980s സയന്റിസ്റ്റുകൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ടുപിടിച്ചു. ഈ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ടോക്സിൻ നമ്മുടെ സെല്ലിൽ, നമ്മുടെ കോശങ്ങളിൽ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ടെന്ന്. അവരെത്ര ശ്രമിച്ചിട്ടും എത്ര ആലോചിച്ചിട്ടും ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നോ അല്ലെങ്കിൽ ഈ കോമ്പൗണ്ട് നമ്മളെ മോശമായിട്ട് ബാധിക്കാത്തത് എന്താണെന്നോ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് അവർ അത്ഭുതപ്പെടുത്തുന്ന സത്യം മനസ്സിലാക്കി. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനും സെല്ലിൽ എനർജി കീപ്പ് ചെയ്യാനും നമ്മുടെ സെൻസ് ഓഫ് സ്മെല്ല് മെയിൻറ്റെയിൻ ചെയ്യാനും ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനും എന്തിന് പുരുഷന്മാരിൽ പീനൈൽ ഇറക്ഷന് വരെ ഈ സബ്സ്റ്റൻസ് സഹായിക്കുന്നുണ്ടെന്ന്. കൂടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി കണ്ടുപിടിച്ചു. നൈട്രോഗ്ലിസറിൻ എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോസീവ് നമുക്ക് ഹൃദയവേദന വരുമ്പോൾ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യാമെന്ന്. നൈട്രോഗ്ലിസറിൻ ബ്ലഡിലെത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറും. ഇത് ബ്ലഡ് വെസൽസിനെ റിലാക്സ് ആക്കി ബ്ലഡ് ഫ്ലോ ഈസി ആക്കും. ഹൃദയവേദന കുറയും. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ കൊടും വിഷം മാത്രമായി കണ്ടിരുന്ന നൈട്രിക് ഓക്സൈഡ് നമുക്കൊരു മാജിക്കൽ മെഡിസിൻ ആയിട്ട് മാറി.